എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ക്യാനൻ ടോക്സ്. തിലാപ്പിയ പൊള്ളിച്ചതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. തിലാപ്പിയൊക്കെ നല്ലോണം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കാന്താരി മുളക്, ചെറുനാരങ്ങ നീര്, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുരുമുളക്, പിന്നെ വേപ്പില, ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ചുവന്ന ഉള്ളിയും നമ്മൾ ഒരു 5-6 എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് ആക്കി എടുക്കുക. എൻ്റെ മിക്സി കേടായതുകൊണ്ട് ഞാൻ ഇതെല്ലാം ചതച്ചാണ് എടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇനി ഈ പേസ്റ്റാക്കിയ ഈ ഇൻഗ്രീഡിയൻസ് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കണം കേട്ടോ. അതിൽ ഒരു പോർഷൻ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നാരങ്ങ നീരും കൂടി ചേർത്ത് ഒരു പേസ്റ്റ് ആക്കിയിട്ട് അത് നമ്മൾ മീനിൻ്റെ മുകളിൽ തിരിച്ച് മീനിനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് മീനിനെ എടുക്കണം കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഈ മീനിൽ തേച്ചിട്ട് മീൻ കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ടാണ് ഷാലോ ഫ്രൈ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു രണ്ടാമത്തെ പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ഈ ഷാലോ ഫ്രൈ ചെയ്ത മീനിൻ്റെ മുകളിൽ പിന്നീട് ഒരു ലെയറും കൂടി നമ്മൾ ഈ പേസ്റ്റ് തേക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വേറൊരു പാനിൽ നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് കുറച്ച് ഉലുവ പൊട്ടിക്കുക. എന്നിട്ട് ഈ കുറച്ച് ഒരു ഹാഫ് സവാള അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മളുടെ സെക്കൻഡ് പോർഷൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ സെക്കൻഡ് പോർഷൻ ആഡ് ചെയ്യുക. പിന്നെയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കുറച്ച് ആഡ് ചെയ്യുക. അത് കുറച്ച് ഒന്ന് ആ റോസ് സ്മെല്ലൊക്കെ മാറിയ ശേഷം അത് നമ്മൾ ഈ മീനിൽ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ തേച്ച് കൊടുക്കുന്നത്. അത് തേച്ച് കൊടുത്തിട്ട് ഉള്ളിലും ഒക്കെ നന്നായിട്ട് ഈ മിക്സ്ചർ തേച്ച് കൊടുക്കുക. എന്നിട്ട് വാഴയിലയിൽ നല്ല സുന്ദരമായിട്ട് ഇതിനെ പൊതിഞ്ഞ് വാഴനാരൊക്കെ കൊണ്ട് കെട്ടി വയ്ക്കുക. അപ്പോൾ ഈ കെട്ടിവെച്ച ഈ മീനിനെ നമ്മൾ വേറൊരു ഗ്രേവിയിലാണ് വെക്കുന്നത്. അപ്പോൾ ആ ഗ്രേവി തയ്യാറാക്കാനാണ് നമ്മൾ 3rd പോർഷൻ ആ പേസ്റ്റ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മീൻ പൊരിച്ച എണ്ണയുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് സവാള, അടുത്ത ഒരു അര കഷ്ണം സവാള അരിഞ്ഞിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. ആ സവാളയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 3ാമത്തെ പോർഷൻ ആഡ് ചെയ്യുക. അത് ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ പിന്നെയും നമ്മൾ സെയിം പൊടികൾ ആഡ് ചെയ്യണം. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ. മല്ലിപ്പൊടിയൊക്കെ ചെറുത് മതി കേട്ടോ. അത്ര അധികം വേണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പോർഷനിൽ മാത്രം മല്ലിപ്പൊടി ആഡ് ചെയ്താൽ മതി. ബാക്കി പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്യണം. കുരുമുളകാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഞാൻ ചതച്ചിട്ട കുരുമുളക് ആയതുകൊണ്ട് അതിങ്ങനെ ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക രസമാണ് കേട്ടോ. പിന്നെ ഈ പൊടികളൊക്കെ ഇട്ട ശേഷം അതൊന്ന് വാടിക്കഴിയുമ്പോൾ കുറച്ച് ഒരു വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഗ്രേവി ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് പുളി ആഡ് ചെയ്യാം. ഞാനിവിടെ പുളിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ പുളിയെല്ലാം വേണ്ടത്. അത്രയും പുളി നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ തക്കാളി ചേർക്കാവുന്നതാണ് കേട്ടോ. ഒരു കഷ്ണം ഒരു തക്കാളി മുറിച്ചിട്ട് അത് വെള്ളം ആഡ് ചെയ്യണതിന് മുന്നേ പൊടി വാടി കഴിയുമ്പോൾ തക്കാളി ഇട്ട ശേഷം തക്കാളീനെ വാടാനുള്ള കുറച്ച് സമയം, തക്കാളിക്ക് വാടാനുള്ള സമയം കൊടുക്കുക, മൂടി വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത ശേഷം നമുക്ക് ഈ വാഴയിലയിൽ പൊതിഞ്ഞ് ഫ്രൈ ചെയ്ത് വെച്ച തിലാപ്പിയ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വയ്ക്കുക. 5 മിനിറ്റ് ശേഷം അത് തിരിച്ചിടുക. പിന്നെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മക്കളെ ഒരു രക്ഷയില്ല. നിങ്ങളത് ആ കെട്ടങ്ങ് പുറത്തേക്ക് എടുത്ത് വെച്ച് പ്ലേറ്റിൽ വെച്ചിട്ടൊന്ന് തുറന്ന് നോക്ക്. ഒരു രക്ഷയില്ലാത്ത നല്ല ജ്യൂസിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ജ്യൂസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ള തിലാപ്പിയ പൊള്ളിച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. If you like my channel, please follow and subscribe.